Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് ഇനി സൂറത്തുൽ അറാഫിലെ 44-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനാദാ അസ്ഹാബുൽ ജന്നതി അസ്ഹാബൻ നാർ أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على الظالمين. വനാദ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ വിളിക്കും. അസ്ഹാബന്നാർ, നരകത്തിൻ്റെ ആളുകളെ, നരകക്കാരെ. അൻ ഖദ് വജദ്ന, എന്നിട്ട് അവർ പറയുക അൻ ഖദ് വജദ്ന. അൻ കാര്യം എന്തെന്നാൽ ഖദ് വജദ്ന, തീർച്ചയായും ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അനുഭവിക്കുന്നു. മാ വഅദന റബ്ബുന, ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് കരാർ ചെയ്തത്, വാഗ്ദാനം ചെയ്തത്. ഹക്കൻ, സത്യമായി ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ കാണുന്നു. ഫഹൽ വജത്തും, നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? മാ വഅദ റബ്ബുക്കും, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് ഭീഷണിപ്പെടുത്തിയതിന് ഹക്കൻ, സത്യമായിട്ട് കാണുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? ഖാലു, അവർ പറയും, നരകക്കാർ പറയും, നഅം, ഉണ്ട്, ഞങ്ങളത് അനുഭവിക്കുകയാണ്. ഫഅദ്ദന മുഅദ്ദിനുൻ, അപ്പോൾ ഒരു വിളിച്ചു പറയുന്നവൻ, വിളംബരം ചെയ്യുന്നവൻ വിളിച്ചു പറയും. ബൈനഹും, അവർക്കിടയിൽ. അല്ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന്. അലല്ലാലിമീൻ, അക്രമികളുടെ മേൽ. അതിനത്തിൻ്റെ തുടർച്ചയാണ് 45-ാമത്തെ ആയത്തും. ഈ ലാലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തടയുന്നവർ. സ്വദ്ദ യസുദ്ദു, തടയ. വയബ്ഗൂനഹ ഇവജ, അതിനെ വക്രമായി കാണാൻ കൊതിക്കുകയും ചെയ്യാം. വഹും ബിൽ ആഖിറത്തി കാഫിറൂൻ, അവർ പരലോകത്തെ സംബന്ധിച്ച് നിഷേധിക്കുന്നവരുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വനാദ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബന്നാർ, സ്വർഗക്കാര് നരകക്കാരെ വിളിക്കും. അൻ ഖദ് വജദ്ന, എന്നിട്ട് അവർ പറയണ വാചകമാണ് പിന്നെ പറയണത്. അൻ ഖദ് വജദ്ന മാ വഅദന റബ്ബുന ഹഖ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കരാർ ചെയ്തിരുന്നത് ഞങ്ങൾ സത്യമായും കണ്ടെത്തിയിരിക്കുന്നു. വജദന, കാണുക, എത്തിച്ചേരുക എന്നൊക്കെയാണ്. അനുഭവിക്കുക എന്നും സാന്ദർഭികമായി അതിനർത്ഥം പറയാം. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഭീഷണിപ്പെടുത്തിയത് അല്ലെങ്കിൽ കരാർ ചെയ്തിരുന്നത് നിങ്ങളും ഹക്കായിട്ട്, സത്യമായിട്ടും കാണുന്നുണ്ടോ? ഖാലൂ നഅം, അപ്പോൾ അവർ പറയും, അതെ, ഞങ്ങളും കാണുന്നു, ഞങ്ങളും അനുഭവിക്കുന്നു. ഫഅദ്ദന മുഅദ്ദിനുൻ, അപ്പോൾ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. അല്ലഅനത്തുല്ലാഹി അലല്ലാലിമീൻ, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം എന്ന്. അല്ലദീന, അവർ, അക്രമികൾ ഒരു വിഭാഗമാണ്. യസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയും, തടസ്സം സൃഷ്ടിക്കും. വയബ്ഗൂനഹ ഇവജ, അതിനെ വക്രമായി കാണാൻ അവർ കൊതിക്കും. വഹും ബിൽ ആഖിറത്തി കാഫിറൂൻ, അവർ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം നിഷേധികളുമാണ്. അർത്ഥം വളരെ വ്യക്തമാണ്. ഇന്നലെ നമ്മൾ സ്വർഗക്കാർ
സ്വർഗത്തിലെത്തുമ്പോൾ പരസ്പരം ഉള്ള നീരസത്തെയും വെറുപ്പിനെയും ഒക്കെ നീക്കിക്കളയും. എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിക്കും. ഈ അൽഹംദുലില്ലാ എന്ന പ്രഖ്യാപനം ഒരു നിലപാടാണ്. അത് നമുക്ക് മനസ്സിലാവണം. ദുനിയാവിൽ നിന്ന് പ്രഖ്യാപിച്ചവർക്ക് മാത്രമേ ആഖിറത്തുനിന്ന് പ്രഖ്യാപിക്കാൻ അവസരം കിട്ടുള്ളൂ. അൽഹംദുലില്ലാ എന്നത് നിരന്തരമായ നമ്മുടെ ഒരു നിലപാടാണ്. എന്തിനാണ് അൽഹംദുലില്ലാ? ഫാത്തിഹയിൽ ഇന്നും നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 2 വട്ടം നമ്മൾ ഇന്നും പറഞ്ഞു. അത് വല്ലാത്തൊരു വാചകമാണ്. ഏറ്റവും മഹത്തായ പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. അതിൻ്റെ ചെറിയ വിശദീകരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്തിനൊക്കെയാണ് അൽഹംദുലില്ലാ? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ. ഇതിലേക്ക് ഈ സ്വർഗം ലഭിക്കുന്നതിന് മാർഗദർശനം നൽകിയ അള്ളാഹു. അത് ദുനിയാവിൽ നമുക്ക് കിട്ടിയ ഹിദായത്ത. അതിനാണ് ഒന്ന്. പിന്നെന്തൊക്കെയാ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഒന്ന് നമ്മുടെ ഈ ശരീരം. അൽഹംദുലില്ലാ. ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അൽഹംദുലില്ലാ. ഓരോ അവയവങ്ങളുടെയും പൂർണ്ണമായ പ്രവർത്തനം. ഏതെങ്കിലും ഒന്ന് പണിമുടക്കിയാൽ മതി. ഒന്ന് വേദനിച്ചാൽ മതി. അപ്പം അതൊന്നുമില്ലാതെ നമ്മളെ നിലനിർത്തി തരുന്ന, അതൊരുപാട് ആലോചിക്കാൻ കഴിയണം നമുക്ക്. അൽഹംദുലില്ലാ. അത് അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭങ്ങളിലും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർഗത്തെ സംബന്ധിച്ചാണെന്നല്ല. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ, സ്വർഗത്തിൽ വെച്ചത് പറയാൻ കഴിയണമെങ്കിൽ ഇവിടുന്ന് പറയണം. ഇവിടുന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഒരു നിലപാടായിരിക്കണം അത്. അപ്പോൾ ഇന്ന് ഓതി വെച്ചത് നാദ അസുഹാബുൽ ജന, സ്വർഗത്തിൽ എത്തി, വിചാരണ കഴിഞ്ഞു, സ്വർഗനരകങ്ങളൊക്കെ തീരുമാനിച്ചു, അതിൻ്റെ ആൾക്കാർ അതാത് എത്തി. അപ്പോൾ സ്വർഗക്കാർ നരകക്കാരെ വിളിക്കുക. ഇതിങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറമൊന്നും അല്ല, ആവണമെന്നില്ല. അല്ലാഹു അഅലം. ദുനിയാവിൽ വെച്ച് നമുക്ക് തൊട്ടടുത്തുള്ള ആളെ വിളിക്കാനും കേൾപ്പിക്കാനൊക്കെ കഴിയുള്ളൂ. പരലോകത്ത് അങ്ങനെയല്ല, എത്ര ദൂരെയാണെങ്കിലും. പക്ഷേ നമ്മളിങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഇപ്പോൾ കേൾക്കാം. ഏത് ഗുഹയിൽ പോയിരുന്നാലും അതിനൊക്കെയുള്ള സംവിധാനം മനുഷ്യൻ തന്നെ കണ്ടെത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ സംവിധാനം വളരെ വിപുലമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിൽ സ്വർഗക്കാർ നരകം എത്ര വിദൂരതയിലായിരുന്നാലും അവരെ വിളിച്ച് ചോദിക്കും, പറയും, ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ റബ്ബ് പറഞ്ഞിരുന്നത് ദുനിയാവിൽ കുറേ കഷ്ടപ്പെട്ടു, ഞങ്ങളെ കുറേ കളിയാക്കി, നിന്ദിച്ചു, പരിഹസിച്ചു, 6-ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞു, പ്രാകൃതരാണെന്ന് പറഞ്ഞു, ശാസ്ത്രവിരുദ്ധരാണെന്ന് പറഞ്ഞു, മനുഷ്യപ്പറ്റില്ലാത്തവരാണെന്ന് പറഞ്ഞു, അവസാനം പോയി തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറഞ്ഞു, പുരോഗമനം ഇഷ്ടപ്പെടാത്തവരാണെന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തവരാണെന്ന് പറഞ്ഞു, ഒരുതരം കാടന്മാരാണ്, വർഗീയവാദികളാണ്, നീചന്മാരാണ്, സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളുടെ നായകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ലോകത്തിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനിനെയും അള്ളാഹുവിനെ തന്നെയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളതൊക്കെ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് സ്വർഗം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അതിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഇത് നരകത്തിൻ്റെ വഴിയാണ്, അള്ളാഹു തആല നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്, പേടിപ്പിക്കുകയാണ്, നരകമുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുക, അംഗീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എന്താ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നരകത്തേക്ക് ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോന്നാ? അവിടുന്ന് ഒരു പരിഹാസമുണ്ട് അതിലല്ലേ. സ്വർഗക്കാർ നരകക്കാരെ വിളിച്ചിട്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്കുള്ളത് കിട്ടിയാലോ അല്ലേ, നിങ്ങൾക്കുള്ളത് കിട്ടിയില്ലേ? വല്ലാത്തൊരു ചോദ്യമാണത്. അപ്പോൾ അവരൊന്നും പറയല്ല, ഖാലൂ നഅം, ഞങ്ങൾക്കും കിട്ടി. പൊടുപ്പത് ഉണ്ടാവും. ഇല്ല, അള്ളാഹ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഫഅദന, അതിങ്ങനെ സംഭാഷണം. ഇത് അവരെ ഒരു നിന്ദിക്കലും, നമ്മൾ പറയില്ല അവസാനത്തെ ആണിയാണ് അടിക്കുന്നത്, നമ്മൾ പറയില്ല അവൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയാണെന്നൊക്കെ ഒരു പ്രയോഗം. മാതിരി നിന്യതയുടെ അങ്ങേയറ്റമാണ്. സ്വർഗക്കാരെ അവരെ വിളിച്ച ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് പരിഹസിക്കുകയും ചെയ്യുക. ഫഅദ്ദന മുഅദ്ദിനുൻ, അപ്പോൾ ഒരു വിളിച്ചു പറയുന്നവൻ. അദ്ദന, അദാന് ബാങ്കില്ലേ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആൾ, അറിയിപ്പ് നൽകുന്നവൻ. ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞു, ബൈനഹും അവർക്കിടയിൽ, ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ
ലഅനത്ത്, ഇതാ അള്ളാഹിൻ്റെ ലഅനത്താണ് അവർക്ക്, അവർക്കുള്ള ശിക്ഷ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അനുഭവിക്കുകയാണ് എന്ന് ഒരു വിളിച്ചു പറയുന്നവൻ അവർക്കിടയിൽ വിളിച്ചു പറയും. രണ്ടു കൂട്ടരും അത് കേൾക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുത്തുമാറാവണം. അല്ലദീന യസുദ്ദൂന അൻ സബീലിൽ, ആരാണ് അക്രമികൾ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ്, എന്തെല്ലാം ആദർശങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുവാനും അതിനെ പരാജയപ്പെടുത്തുവാനും അതിൽ നിന്ന് ആളുകളെ തടയുവാനും മനുഷ്യന്മാരെന്നെ അങ്ങനെ ആദർശങ്ങൾ പടച്ചു വിടുക, എന്നിട്ട് അതിൻ്റെ പിന്നാലെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അതിനു വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ. അള്ളാഹിൻ്റെ ദീൻ ഇവിടെ ഉണ്ട്, അള്ളാഹുവിൻ്റെ ആദർശം ഇവിടെ ഉണ്ട്, എന്നിട്ട് അതാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുക. പലതരത്തിൽ വ്യക്തിപരമായി തടയും, സാമൂഹ്യമായി തടയും, ആദർശപരമായി തടയും, ബലം പ്രയോഗിച്ച് തടയും, അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയില്ല. പരിഹസിക്കും, നിന്ദിക്കും, മുസ്ലിമീങ്ങളെ അരികുവൽക്കരിക്കും, മുസ്ലിമീങ്ങളെ പരമാവധി വഷളാക്കും. ഇതൊക്കെ ഇങ്ങനെ വഷളത്തെടുത്ത് ചേർന്ന് ചാടാൻ എന്തിനാണ് മുസ്ലിം ആവണം? ശിക്ഷിക്കും. മതപരിവർത്തന നിരോധന നിയമമുണ്ടാക്കും, പരമാവധി ഉപദ്രവിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക, സ്വദ് ചെയ്യുക. സ്വദ്ദാനെ തടഞ്ഞു എന്നാ. വയബൂനഹ ഇവജൻ, അവരതിനെ വക്രമായി കാണാൻ ആഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ പരമാവധി പരിഹസിച്ചും നിന്ദിച്ചും പുച്ഛിച്ചും വഷളാക്കിയും, അതാണ് വക്രമാക്കുക പറഞ്ഞത്. ഇവജാജ് എന്നൊക്കെ പറഞ്ഞാൽ വളവ് എന്നാ. അതിനെ വളവുള്ളതാക്കാൻ, അതാണ് വക്രമാക്കുക. എന്ന് വെച്ചാൽ ഇസ്ലാമിനെ ന്യൂനതയുള്ളതും ഏറ്റവും ആപൽക്കരവുമാക്കി ചിത്രീകരിക്കുക. ഇതൊക്കെ ഇന്ന് നടക്കണില്ലേ? ഇസ്ലാമും മുസ്ലിമീങ്ങളുമാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം. ലോകത്ത് യഥാർത്ഥത്തിൽ മുതലാളിത്തം ഉണ്ടാക്കി വെക്കുന്ന തിന്മകളാണ്. അപ്പോൾ യബൂനഹ ഇവജൻ, അതാണ് അതിനെ വക്രമായി കാണാൻ കൊതിക്കുക. ഇസ്ലാം എന്നും പരാജയപ്പെടണമെന്നും നിന്ദിക്കപ്പെടണമെന്നും വഷളാക്കപ്പെടണമെന്നും അതിൻ്റെ അനുഭാവികളായ അനുയായികളായ മുസ്ലിമീങ്ങൾ എല്ലായിടത്തും പ്രയാസപ്പെടണമെന്നും. അതല്ലേ ഇപ്പം ഫലസ്തീനിലടക്കം ആ ഭൂമി തന്നാൽ നിങ്ങളെവിടെയും പോയി പാർത്തോളി. ഒരു രാജ്യത്തെ സ്വതന്ത്രമായി നിലനിൽക്കാൻ അവകാശമുള്ള ഒരു രാജ്യത്തെയാണ്. അല്ലെങ്കിൽ തന്നെ കാര്യമായ ഒരു മുനിസിപ്പാലിറ്റിക്കുള്ള അധികാരമൊക്കെ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് പറയുക, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ബീച്ച്, അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ. ഇത്രത്തോളം നീചമായി ഒരു ജനവിഭാഗത്തെ നിന്ദിക്കുകയും അടിച്ചമർത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അത് ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്, മുസ്ലിമീങ്ങളോടുള്ള നിന്ദിക്കലാണ്. വഹും ബിൽ ആഖിറത്തി കാഫിറുൻ, പരലോക വിശ്വാസമല്ല. അതാണ് കാരണം, പരലോക വിശ്വാസമല്ല. ഇവർ ഈ ദുനിയാവിൽ അഹങ്കാരത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെയുള്ള മറുപടിയാണ് നാളെ പരലോകത്ത് അവർ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ സ്വർഗാർഹരായിട്ടുള്ള ആൾക്കാർ, സ്വർഗത്തിലെത്തിച്ചേർന്നവർ ഇത്തരം അക്രമികളോട് ചോദിക്കും, ഇപ്പം തൃപ്തിയായില്ലേ, ഇപ്പം പറഞ്ഞ ഭീഷണി അതാണ്. അതവർ സമ്മതിക്കേണ്ടി വരും. നമ്മളെയൊക്കെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമ്പോഴാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാൻ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കാം. നാദാറിന് എന്താ വിളിക്കുക അല്ലേ? അസുഹാബുൽ ജന്നത്തി എന്ന സ്വർഗ്ഗക്കാർ. ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹുൻ യാസീൻ നമ്മൾ ഓതലില്ലേ? അസുഹാബുൽ ജന്ന, സാഹിബ് റസൂലിൻ്റെ സഹാബി എന്നൊക്കെ പറഞ്ഞ വാക്ക് തന്നെയാണത്. അസുഹാബന്നാർ, നരകക്കാരെ വിളിക്കും. എന്നിട്ട് പറയാണ്, അൻഖദ് വജദ്ന മാ വഅദന റബ്ബുന ഹഖൻ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത്, വഅദ ചെയ്തിരുന്നത് ഞങ്ങൾ ഹക്കായിട്ട് കാണുന്നു, അനുഭവിക്കുന്നു. ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ ഹക്കായിട്ട് അനുഭവിക്കണില്ലേ? ഖാലു നഅം, അവർ പറയും അതേ എന്ന്. ഫഅദ്ദന മുഅദ്ദിനുൻ ബൈനഹും, അപ്പോൾ അവർക്കിടയിൽ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചറിയിക്കും, അൻ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം എന്ന്. അഥവാ അവർ ശിക്ഷയിലാണുള്ളത്, അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭവിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ശിക്ഷയിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരെ ഒന്നുകൂടിയും നിന്ദിക്കുകയാണ്. ഇതാ അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ. ലായനത്ത് പറഞ്ഞാൽ വെറുപ്പിൻ്റെ അങ്ങേയറ്റാണ് ഈ പറയാം, ശാപം. അതിൻ്റെ ആരാണ് ലാലിമ, അക്രമി? അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്
ആളുകളെ തടയുക. അത് ഏഷണിയിലൂടെ, ഭീഷണിയിലൂടെ, ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ പേടിപ്പിച്ചിട്ട് വയബൂനഹ ഇവജ, അതിനെ വക്രത ഉള്ളതായി കാണാൻ കൊതിക്കുക, അല്ലെങ്കിൽ വക്രമായി കാണാൻ കൊതിക്കുകയും വഹും ബിൽ ആഖിറതി കാഫിറൂൻ, അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് മുക്തരാക്കി രേഖപ്പെടുത്തി സ്വർഗാർഹരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تجعلنا من أصحاب النار ربنا لا تشوي اللهم ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.